നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, നിങ്ങളൊരു എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ, പ്രൊമോഷനോ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റോ കിട്ടാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് കിടക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ പല ആൾക്കാർക്കും ഒരു ജോബ് കിട്ടുന്നു, ആ ഒരു പോസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു ബാരിയർ അവിടെ കിടക്കുകയാണ്. സോ ഇതെങ്ങനെ ഓവർകം ചെയ്യാം? ഓക്കെ, അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പറ്റി പ്രസൻറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പെന്ന് വെക്കാൻ പോകണം. ഈ പെന്ന് ഞാൻ വെക്കാൻ പോകുമ്പം ഞാൻ ഈ പെന്നിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലേ? ഈ പെൻ എന്താണ്, ഇതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് എന്ന് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഈ പെന്ന് വെക്കുള്ളൂ. വി ആർ എ പ്രൊഫഷണൽസ്, വി ആർ സെല്ലിങ് അവർ സർവീസസ്, വി ആർ സെല്ലിങ് അവർ നോളജ്. സോ നമ്മളത് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. സോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. നിങ്ങളുടെ ആയിട്ടുള്ള ചലഞ്ചസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചലഞ്ചസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്ക്ഡ്ഇനിൽ പോസ്റ്റായിട്ടും വീഡിയോസായിട്ടും ആർട്ടിക്കിൾസായിട്ടും ഒക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പ്രസൻറ്റേഷൻ പല ആൾക്കാരും കാണുന്നുണ്ട്. നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ പല ആൾക്കാരും ഇത് കാണും. വിത്ത് ഹാഷ്ടാഗാണ് നമ്മൾ പുട്ട് ചെയ്യുന്നതെങ്കിൽ പല ആൾക്കാരും ഈ പ്രസൻറ്റേഷൻ കാണും. ദാറ്റ് മീൻസ് യു ആർ എ എക്സ്പേർട്ട് ഇൻ ദിസ് ഇൻഡസ്ട്രി. ആ ഒരു ലെവലിലേക്ക് നമ്മളെത്തും. സോ ആ ഒരു പ്രസൻറ്റേഷൻ നിങ്ങളെ കമ്പനീസ് അട്രാക്റ്റ് ചെയ്യും, നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് നല്ലൊരു മാനേജ്മെൻറ്റ് റോൾ തരും. വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ലൊരു കണക്ഷൻസ് ഉണ്ടാവില്ല. കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ ആൾക്കാരെല്ലാം എത്തുള്ളൂ. സിമ്പിളാണ്. ഞാനൊരു ബെൻസിൻ്റെ കാറ് ലോ ഗ്രേഡ് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? ബെൻസിൻ്റെ കാറ് വാങ്ങാൻ പറ്റിയ ഒരാളുടെ അടുത്ത് മാത്രമാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് അവർ വാങ്ങുള്ളൂ. നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമർ അല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വേജസ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ബെൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയണതെന്നുള്ള രീതിയിലായിരിക്കും. സോ വി ഷുഡ് കണക്ട് വിത്ത് അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പ് മാനേജ്മെൻറ്റ്സ്. എവിടെയാണ് നമ്മൾ ഹയർ ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് നമ്മൾ ഹയർ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ കമ്പനീസിലാണ് നമ്മളുടെ പെർഫോമൻസ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വേണ്ടത്, അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പോസ്റ്റുകളും പ്രസൻറ്റേഷനും അവരെ കാണുള്ളൂ. കണക്ട് ടോപ്പ് മാനേജേഴ്സ്, പ്രസൻറ്റ് യുവർ സെൽഫ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേ പാറ്റേണിൽ അലൈൻ ചെയ്തിട്ടുള്ള ടോപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനീസിലെ ആൾക്കാരുണ്ടാവും. അവരായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് എനിക്ക് നല്ലൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻസ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി അവരായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കമ്പാരിസൺ ആയിരുന്നു. ആ കമ്പാരിസൺ അവർ കണ്ടപ്പം അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ ഒരു സാധനം എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ അതിൻ്റെ മാനുഫാക്ചേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ ഞാനായിട്ട് കണക്ട് ചെയ്തു. ആ കണക്ഷനിൽ എനിക്ക് നല്ലൊരു റെഫറൻസ് കിട്ടി, അവരായിട്ട് നല്ലൊരു കൊളാബറേഷൻ ചെയ്യാൻ പറ്റും. സോ ദ തിങ് ഈസ്, എനിക്ക് ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ കറക്റ്റ് TG എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. എന്നെ പോസ്റ്റ് സംതിങ് അവർക്കത് ക്യാച്ചായി ഞാനായിട്ട് സംസാരിച്ചു. ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുക, കറക്റ്റ് TG ആയിട്ട് കണക്ട് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടോപ്പിക്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വേറൊരാളുടെ പോസ്റ്റിൽ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ആ ടോപ്പിക്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ ഒരു വർക്കിനോട് എന്തുവാസിസം ഉള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാരെ കമ്പനീസ് ഹയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അവരുടെ അടുത്ത് ഷോ ചെയ്യാം. ഐ ബിലീവ് ഇൻ യുവർ കമ്പനീസ്, ഐ ക്യാൻ പെർഫോം വെൽ, ഐ ക്യാൻ മാനേജ് യുവർ ടീം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക. അങ്ങനെ ഷോക്കേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, ഇങ്ങനെ ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ളത്. ടോപ്പ് മാനേജ്മെന്റിൽ എപ്പോഴും എത്തണമെങ്കിൽ നമ്മളുടെ സർവീസ് പ്രസന്റ് ചെയ്യണം, കറക്റ്റ് ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യണം, നമ്മളുടെ ആവശ്യങ്ങൾ ഷോക്കേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ് എന്നുള്ളതാണ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോബ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആൾക്കാരെ മാനേജർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ VP എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കോ C കാറ്റഗറീസിലേക്കോ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ മൈൻഡ്, അതായത് നിങ്ങൾ എത്തിയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും പാഷനേറ്റഡ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പെർഫോം ചെയ്യും. ജോബ് എന്ന് പറഞ്ഞിട്ട് ആ 9 to 5 എന്നുള്ള ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെ പോവാതെ കുറച്ചും കൂടി പാഷനേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ പ്രൊഫഷണൽസും നിങ്ങളൊന്നും കൂടി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ലെവലിലുള്ള ജോബുകൾ കിട്ടുന്നതായിരിക്കും. ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സെറ്റിൽഡ് അല്ല, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പോവുക, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കും.